ഹലോ മക്കളെ, 10ാം ക്ലാസ്സിലെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സാണ്. സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹ്യൂമനിസമാണ്. സിലബസൊക്കെ മാറിയിട്ടുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്സ് ആണ്. പേടിക്കേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഹ്യൂമാനിസം എന്നാണ് അല്ലേ? നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഹ്യൂമാനിസം എന്ന് കേൾക്കുമ്പോൾ? അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? ഹ്യൂമൻ, ഹ്യൂമൻ? മനുഷ്യനല്ലേ? ഹ്യൂമൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ. എന്താ ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു ആശയമാണ്. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ ഒരു ആശയമാണ്. ആ ആശയം എന്താ ഉദ്ദേശിക്കുന്നത്? അതിൽ പറയുന്നത് ഹ്യൂമൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാശയമാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമാനിസം. വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഹ്യൂമൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഐഡിയ ഹ്യൂമാനിസം ആൻഡ് ദേ ക്യാൻ തിങ്ക്, ലേൺ ആൻഡ് ഇംപ്രൂവ് ദ വേൾഡ് യൂസിങ് റീസൺ ആൻഡ് നോളജ്. ഞാൻ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ല എന്ന് കരുതി നിങ്ങൾ ബേജാറാവണ്ട. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിക്കോളും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് ഒരു രാജഭരണ കാലഘട്ടത്തിലാണെന്ന് ചിന്തിക്കുക. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഏത് കാലഘട്ടമാണ്? രാജഭരണ കാലഘട്ടമാണ്. ആ ഒരു രാജഭരണ കാലഘട്ടത്തിൽ അവിടുത്തെ മതവും ആ രാജാവുമാണ് മൊത്തം കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക അല്ലേ? ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മതവും ആ മതം ഫോളോ ചെയ്യുന്ന രാജാക്കന്മാരെ അവരാണ് ഒരു രാജ്യത്തെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ വ്യക്തികൾക്ക് എന്തുണ്ടാകില്ല? സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിലനിൽക്കും. അതിനെ ആരും എന്ത് ചെയ്യില്ല? ചോദ്യം ചെയ്യുന്നില്ല. അതിനെ ചോദ്യം ചെയ്യുന്നവരെയൊക്കെ അടിച്ചമർത്തുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ളവരാരും അവരുടെ ആ ഒരു ഭരണത്തെയോ അവരുടെ അന്ധവിശ്വാസങ്ങളെയോ അവർ പറയുന്ന കാര്യങ്ങളെയോ ചോദ്യം ചെയ്യുന്നില്ല എന്ന് കരുതുക. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരു മതവും ഒരു രാജാവുമാണ് ഫുൾ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ 13ാം നൂറ്റാണ്ടിന് മുൻപ് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നത്? നിലനിന്നു പോന്നിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു മതവും ആ മതവിഭാഗത്തെ ഫോളോ ചെയ്യുന്ന രാജാക്കന്മാരുമായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിലനിൽക്കുന്ന കുറച്ച് ആചാരങ്ങളെയോ കുറച്ച് അന്ധവിശ്വാസങ്ങളെയോ ഒക്കെ ചോദ്യം ചെയ്യുന്നവരെ എന്ത് ചെയ്തിരുന്നു? അവിടെ ഉള്ളവർ അടിച്ചമർത്തിക്കൊണ്ടേയിരുന്നു. ഇനി നിങ്ങൾ അടുത്ത് മനസ്സിലാക്കേണ്ട ഒരാശയമാണ് ഫ്യൂഡലിസം. എന്താണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം സ്വത്ത് കൈവശമുണ്ട്, എത്രത്തോളം സ്വത്ത് കൈവശമുണ്ടോ അത് നിങ്ങളെ ആ സമൂഹത്തിൽ നിങ്ങളുടെ പദവി തീരുമാനിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂഡലിസം എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സ്വത്തുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ എന്തായി മാറുന്നു? പ്രഭുവായി മാറുന്നു. പക്ഷേ നിങ്ങൾക്ക് അവിടെ സ്വത്തില്ല, ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ല എങ്കിൽ നിങ്ങൾ അവിടുത്തെ കുടിയാന്മാരായി മാറുന്നു. അങ്ങനെയുള്ള ഒരു ആശയമാണ് ഫ്യൂഡലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫ്യൂഡലിസം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്ത് ആൾക്കാർ എങ്ങനെയായിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടൊന്ന് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞത്. വേറൊന്നുമില്ല. ഒരു മതവും ഒരു രാജാവും പറയുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രം ഒരു രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ വ്യക്തികൾക്ക് എന്തുണ്ടാവില്ല? സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. അവിടെ ആ ഒരു മതവിഭാഗം അല്ലെങ്കിൽ മതത്തിൻ്റേതായിട്ടുള്ള ആശയങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അവിടെ സയൻസിനോ ആർട്ടിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്തുണ്ടാകില്ല? ഒരു പുരോഗതിയും ഉണ്ടാകില്ല അല്ലേ? നമുക്ക് തന്നെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ മതവിഭാഗത്തിൽ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ രാജഭരണത്തിൽ വിശ്വസിച്ച് മാത്രം പോയി കഴിഞ്ഞാൽ നമ്മൾ സയൻസിനോ അല്ലെങ്കിൽ ആർട്ടിനോ ഒന്നും എടുക്കില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പം അങ്ങനെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതിനെ എതിർക്കാൻ തുടങ്ങി അല്ലേ? ഇത്തരത്തിൽ വേണ്ട, നമ്മൾ എല്ലാത്തിനും ഒരു കാരണങ്ങളുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. കട്ടിലിൽ ഇരുന്ന് കാലാട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
വീട്ടിൽ കടം കയറും, അച്ഛന് ദോഷമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല, അങ്ങനെ കാലാട്ടിക്കൂടെ അച്ഛന് കടം കയറും എന്നുള്ളൊരു അന്ധവിശ്വാസം വിശ്വസിച്ചു പോന്നു. നമ്മൾ ഇന്നുള്ളവരെന്ത് ചെയ്യും, ചോദിക്കുമല്ലേ, അതെങ്ങനെയാണ് കട്ടിലിരുന്ന് കാലാട്ടിക്കഴിഞ്ഞാൽ അച്ഛന് കടം കയറുന്നതെന്ന് ചോദിക്കുമല്ലേ. ഇന്നത്തെ തലമുറ ആണെങ്കിൽ ചോദിക്കും. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊന്നും ആരും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ 2-3 പേര് ഇതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യം കുറേ പേര് ചോദ്യം ചെയ്തു. അതിലൊരാളാണ് റോജർ ബേക്കൺ. ആരാണ്? റോജർ ബേക്കൺ. ഈ റോജർ ബേക്കണിൻ്റെ ഒരു കോട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. To neglect knowledge is to neglect virtue. The intellect, lightened by the flame of goodness, cannot help but love it. Love is only born of knowledge. Reason is the guide of a right will. It is reason which leads us to salvation. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? എനിക്ക് മനസ്സിലായി കാണും. കാരണം എനിക്ക് മനസ്സിലായി. ഞാൻ വായിച്ചപ്പോഴും ആദ്യം ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചു. നമുക്കൊന്ന് നോക്കാം. ടു നെഗ്ലക്റ്റ് നോളജ്. നെഗ്ലക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കുക അല്ലേ, ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. നോളജ്, അറിവിനെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞാൽ, നമ്മൾ അറിവ് നേടുന്നത് ഒഴിവാക്കി കളയുന്നത് നമ്മൾ എന്തിനെ ഒഴിവാക്കുന്നതിന് തുല്യമാണ്? വെർച്യു, നന്മയെ ഒഴിവാക്കുന്നതിന് തുല്യമാണ്. ടു നെഗ്ലക്റ്റ് നോളജ് ഈസ് ടു നെഗ്ലക്റ്റ് വെർച്യു. നമ്മൾ അറിവ് ഒഴിവാക്കി കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു ആഗ്രഹം നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ ഒഴിവാക്കുന്നതിന് തുല്യമാണത്? ആ നന്മയെ ഒഴിവാക്കുന്നതിന് തുല്യമാണ്. The intellect lightened by the flame of goodness cannot help but love it. അതായത് നമുക്കുണ്ടാകുന്ന ബുദ്ധി, അറിവിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ സ്നേഹിക്കാൻ കഴിയും. ദ ഇൻ്റലക്ട് ലൈറ്റൻഡ് ബൈ ദ ഫ്ലെയിം ഓഫ് ഗുഡ്നെസ്, അതായത് നന്മയിലൂടെ, നല്ല കാര്യങ്ങളിലൂടെ, നല്ല അറിവ് നേടുന്നതിലൂടെ നമുക്ക് നേടുന്ന ബുദ്ധി, നമുക്ക് ലഭിക്കുന്ന ബുദ്ധിക്ക് നമ്മളെ എന്ത് ചെയ്യാൻ കഴിയും? സ്നേഹിക്കാൻ കഴിയും. ഇത് കുറച്ച് സാഹിത്യപരമായിട്ട് ഈ ഒരു കോട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണ്ട, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ നന്മയിലൂടെ അല്ലെങ്കിൽ നല്ല അറിവിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ബുദ്ധിയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ സ്നേഹിക്കാൻ കഴിയും. ലവ് ഈസ് ഓൺലി ബോൺ ഓഫ് നോളജ്. എന്താ പറയുന്നത്? അറിവ് എങ്ങനെ മാത്രമേ കിട്ടൂ, സ്നേഹം എങ്ങനെ ഉണ്ടാവുള്ളൂ? അറിവിലൂടെ മാത്രമേ സ്നേഹവും ഉണ്ടാവുള്ളൂ. റീസൺ ഈസ് ദ ഗൈഡ് ഓഫ് എ റൈറ്റ് വിൽ. ശരിയായ പാതയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണ്? റീസൺ. എന്താ റീസൺ? യുക്തി എന്ന് പറയും. യുക്തിയും അന്ധവിശ്വാസവും രണ്ടാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. യുക്തി എന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റീസൺ, അതിന് കറക്റ്റായിട്ടുള്ളൊരു കാരണമുണ്ടെങ്കിൽ അത് നമുക്ക്, സയൻസിന് എന്തുണ്ട്? കറക്റ്റായിട്ടുള്ള കാരണങ്ങളുണ്ട് അല്ലേ. അപ്പോൾ റീസണാണ് നമ്മൾ, കാരണങ്ങൾ അഥവാ യുക്തിയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ശരിയായ പാതയിലേക്ക് നയിക്കുന്നത്. ഇറ്റ് ഈസ് റീസൺ വിച്ച് ലീഡ്സ് അസ് ടു സാൽവേഷൻ. എന്താ സാൽവേഷൻ? മോക്ഷം എന്ന് പറയാം. എന്താ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആൻഡ് ഫ്രീഡം. അപ്പോൾ നമുക്ക് ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യുക്തിയുടെ പാതയിലൂടെ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. അതായത് നമ്മൾ അന്ധവിശ്വാസങ്ങൾക്ക് പകരം അല്ലെങ്കിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത് യഥാർത്ഥ റീസൺ, അതിന് പിന്നിലെ യുക്തിയുടെ പാതയിൽ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം അല്ലേ. ഇയാൾ എന്ത് ചെയ്താണ്? റോജർ ബേക്കൺ എന്ന് പറയുന്ന ആൾ അന്ന് നിലനിന്നിരുന്ന കുറേ ആചാരങ്ങൾക്കെതിരെയും കുറേ രീതികൾക്കെതിരെയും എന്ത് ചെയ്തു? കുറേ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി നോക്കാം. These are the words of Roger Bacon, a scientific philosopher who lived in England in the 13th century. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫറാണ് ആര്? റോജർ ബേക്കൺ. Here he is referring to the importance of rationalism, knowledge and love. സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും യുക്തിയുടെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് അയാൾ ഇവിടെ പറയുന്നത്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? റാഷണലിസം, നോളജ് ആൻഡ് ലവ്. യുക്തിയെയും അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. During his time, the rulers of Europe had denied rationalism. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് യൂറോപ്പിലെ ഭരണാധികാരികൾ എന്തിനെ അവോയ്ഡ് ചെയ്തിരുന്നു? യുക്തിവാദത്തിനെ എന്ത് ചെയ്തിരുന്നു? അവോയ്ഡ് ചെയ്തിരുന്നു. കൂടുതൽ അന്ധവിശ്വാസങ്ങൾക്കാണ് എന്ത് ചെയ്തിരുന്നത്? പ്രാധാന്യം കൊടുത്തിരുന്നത്.
അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും അനുവാദമില്ല. എന്തുകൊണ്ട് നമ്മൾ അതിനെ അനുസരിക്കണം എന്ന് മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ അനുവാദമില്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ആര് ജീവിച്ചിരുന്നത്? റോജർ ബാക്കൺ ജീവിച്ചിരുന്നത്. Thinkers like Roger Bacon questioned the existing feudalistic power system and its ideas and concepts. അപ്പോൾ റോജർ ബാക്കണിനെ പോലെയുള്ള ചിന്തകർ എന്ത് ചെയ്തു? അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ ആശയങ്ങളെയും ചിന്തകളെയും ഒക്കെ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഫ്യൂഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര സ്വത്തുണ്ടോ ആ സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആ സമൂഹത്തിൽ എൻ്റെ പദവി തീരുമാനിക്കുന്നത് എങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് നമുക്ക് എന്ത് പറയാം? ഫ്യൂഡലിസ്റ്റിക് സിസ്റ്റം എന്ന് പറയാം. ഈ ആശയങ്ങളെയൊക്കെ ചോദ്യം ചെയ്തവരിൽ ഒരാളാണ് ആര്? റോജർ ബേക്കൺ. As a result, many of those thinkers were subjected to cruel persecution. As a result, many of those thinkers were subjected to cruel persecution and imprisonment. Some of them even lost their lives. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്ത ഒരുപാട് ചിന്തകരുണ്ടായിരുന്നു. ഈ ചിന്തകരെയൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ ചോദ്യം ചെയ്ത ആൾക്കാരെയൊക്കെ ക്രൂര പീഡനങ്ങൾക്കിരയാക്കുകയും ഇംപ്രിസൺമെൻറ്റ് ജയിലിലാക്കുകയും ഒക്കെ ചെയ്തു. കുറേ പേർക്ക് എന്ത് നഷ്ടപ്പെട്ടു? അവരുടെ ജീവനും നഷ്ടപ്പെട്ടു. അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം ഉള്ളതെന്താണ്? 13-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സിസ്റ്റം ഏതാണ്? ഫ്യൂഡലിസ്റ്റിക് സിസ്റ്റമാണ്. അതിനെയൊന്നും ആരും ആദ്യകാലങ്ങളിൽ എന്ത് ചെയ്തിരുന്നില്ല? ചോദ്യം ചെയ്തിരുന്നില്ല. അതിനുശേഷം ചോദ്യം ചെയ്തവരിൽ ഒരാളാണ് ആര്? റോജർ ബേക്കൺ. ഇത്തരത്തിൽ ചോദ്യം ചെയ്ത ഒരുപാട് ചിന്തകരെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ജയിലിൽ അടയ്ക്കുകയും കുറേ പേരുടെ കൊല്ലുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരാശയം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇത് ഞാൻ ഇത്രയും മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് നോട്ട്സ് വേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഐഡിയാസ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.